അടുത്ത റിവർ നമ്മൾ നോക്കാൻ പോകുന്നത് ചാലിയാറാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ 4ാമത്തെ നദിയാണ് ചാലിയാർ. ചാലിയാറിൻ്റെ ആകെ നീളം 169 കിലോമീറ്റർ ആണ്. ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണേത്? ചാലിയാർ. ചാലിയാർ ഒഴുകുന്ന ജില്ലകളാണ് വയനാട്, മലപ്പുറം, കോഴിക്കോട്. അപ്പോൾ ബേപ്പൂർ പുഴ എന്നറിയപ്പെടുന്ന നദിയാണ് ചാലിയാർ. ചാലിയാർ ഒഴുകുന്ന ജില്ലകളാണ് വയനാട്, മലപ്പുറം, കോഴിക്കോട്. ചാലിയാർ പതിക്കുന്ന കടൽ ഏതാണെന്നറിയോ? അറബിക്കടലാണ്. അപ്പോൾ ചാലിയാർ ഉത്ഭവം പറഞ്ഞില്ലല്ലേ? ഇളമ്പലേരി കുന്നുകൾ. ചാലിയാർ എന്നൊരു ഉച്ചാരണമാണ്. അപ്പോൾ ഇളമ്പലേരി പലേരി കുന്നുകൾ എന്നത് ഓർത്തിരിക്കുക. ഓക്കെ. ചാലിയാറിൻ്റെ തീരത്തുള്ള പട്ടണങ്ങളാണ് നിലമ്പൂര്, എടവണ്ണ, അരീക്കോട്, ബേപ്പൂര്, ഫറൂഖ്. വായു ജലമലിനീകരണത്തിനെതിരെ കേരളത്തിൽ നടന്ന ആദ്യ ലഹളയാണ് ചാലിയാർ ലഹള. അപ്പോൾ ചാലിയാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയത് ആരാണെന്നറിയോ? KA റഹ്മാനാണ്. KA റഹ്മാൻ. കേരളത്തിലെ ഏറ്റവും മലിനീകരിക്കപ്പെട്ട നദിയാണിത് ചാലിയാർ. ചാലിയാറിൻ്റെ നീളം 169 കിലോമീറ്റർ ആണ്. ഉത്ഭവിക്കുന്നത് ഇളമ്പലേരി കുന്നുകളിൽ നിന്നുമാണ്. കേട്ടല്ലോ. ചാലിയാർ, ഇപ്പം നമ്മൾ പറഞ്ഞു ചാലിയാറാണ് ഏറ്റവും കൂടുതൽ മലിനീകരിക്കപ്പെട്ട നദി എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചാലിയാറിൻ്റെ മലിനീകരണത്തിന് കാരണമായ ഫാക്ടറി ഏതെന്നറിയോ? ഗ്വാളിയാർ റയോൺസ് മറവൂർ. അവിടെ നിന്നുള്ള ഈ കമ്പനിയിലെ മാലിന്യങ്ങളില്ലേ, അവശിഷ്ടങ്ങൾ മൂലമാണ് ഇത് ഏറ്റവും കൂടുതൽ മലിനമായത് കേട്ടോ. അപ്പോൾ കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് ചാലിയാറിൻ്റെ തീരത്താണ്. അത് നല്ല കാര്യം അല്ലേ? മലിനീകരിക്കപ്പെട്ട നദിയാണെങ്കിലും കേരളത്തിൻ്റെ സ്വർണ്ണ നിക്ഷേപം കണ്ടെത്തിയത് എവിടുന്ന്? ചാലിയാറിൻ്റെ തീരത്താണ്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ചാലക്കുടി പുഴയാണ്. ചാലക്കുടി പുഴയുടെ നീളം 145.5 കിലോമീറ്റർ ആണ്. ചാലക്കുടി പുഴ ആനമലയിൽ നിന്നുമാണ് ഉത്ഭവിക്കുന്നത് അല്ലേ? നമ്മൾ പറഞ്ഞു ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമലയിൽ നിന്നുമായിരുന്നു. ചാലക്കുടി പുഴയും ആനമലയിൽ നിന്നുമാണ്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ, അപ്പോൾ എത്രാമത്തെ റിവറായി? 5ാമത്തെ നദിയാണ് ഏത്? ചാലക്കുടി പുഴ. മുമ്പ് പഠിച്ചതായിരുന്നു ചാലിയാർ. ഓക്കെ. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണേത്? ചാലക്കുടി പുഴ. ആതിരപ്പള്ളി വാഴച്ചാൽ വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണേത്? ചാലക്കുടി പുഴ. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണേത്? ചാലക്കുടി പുഴ. ജൈവ വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണേത്? ചാലക്കുടി പുഴ. ഷോളയാർ ജലവൈദ്യുത പദ്ധതി സ്ഥാപിച്ചിരിക്കുന്ന നദിയാണ് ചാലക്കുടി പുഴ. ചാലക്കുടി പുഴ പെരിയാറുമായി കൂടിച്ചേരുന്ന സ്ഥലമാണ് പുത്തൻവേലിക്കര, എറണാകുളം. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദിയാണേത്? ചാലക്കുടി പുഴ. തെറ്റിപ്പോകരുത്, ചാലിയാറും ചാലക്കുടി പുഴയും കൂടെ. അപ്പം കേരളത്തിലെ ഏറ്റവും കൂടുതൽ മത്സ്യസമ്പത്തുള്ള നദി ഏതാണ്? ചാലക്കുടി പുഴയാണ്. കേരളത്തിലെ ഏക ഓക്സ്ബോ തടാകം ഏതാണ്? ചാലക്കുടി പുഴയിലെ മൈന്തലയിൽ. ഓക്കെ. അപ്പോൾ കേരളത്തിൽ കിഴക്കോട്ട് ഒഴുകുന്ന നദികളുടെ എണ്ണം എത്രയായിരുന്നു? 3. തെറ്റിപ്പോലെ കേട്ടോ. നെയ്യാറാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ നെയ്യാറിൻ്റെ നീളം 56 കിലോമീറ്റർ ആണ്. നെയ്യാർ ഉത്ഭവിക്കുന്നത് അഗസ്ത്യമല, പശ്ചിമഘട്ടം. നെയ്യൊക്കെ അങ്ങ് അഗസ്ത്യമലയിൽ നിന്ന് വരുന്നു എന്ന് ഓർത്തിരിക്കുക. അപ്പോൾ നെയ്യാറിൻ്റെ ഉത്ഭവസ്ഥാനം അഗസ്ത്യമല, പശ്ചിമഘട്ടമാണ്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ നദിയാണ് നമ്മൾ പറഞ്ഞു നെയ്യാറാണ്. നെയ്യാർ പതിക്കുന്ന കടൽ ഏതാണെന്നറിയാം? നെയ്യാർ അറബിക്കടലിലാണ് പതിക്കുന്നത്. നെയ്യാറിൻ്റെ പ്രധാന പോഷക നദികളാണ് കല്ലാറ്, കരവലിയാറും. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് ഏതിൻ്റെ തീരത്താണ്? നെയ്യാറിൻ്റെ തീരത്താണ്. അപ്പോൾ നെയ്യാറിൻ്റെ ഉത്ഭവം അഗസ്ത്യമല, പശ്ചിമഘട്ടമാണ്. കേരളത്തിൻ്റെ തെക്കേ അറ്റത്തെ നദിയാണ് നെയ്യാർ പതിക്കുന്നത് അറബിക്കടലിലാണ്. നെയ്യാറിൻ്റെ നീളം 56 കിലോമീറ്റർ ആണ്. അരുവിപ്പുറം സ്ഥിതി ചെയ്യുന്നത് നെയ്യാറിൻ്റെ തീരത്താണ്. ഇനി മഞ്ചേശ്വരം പുഴ. കേരളത്തിലെ ഏറ്റവും നീളം കുറഞ്ഞ നദിയാണ് മഞ്ചേശ്വരം പുഴ. അപ്പോൾ അതിൻ്റെ നീളം വരുന്നത് 16 കിലോമീറ്റർ ആണ്. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം ബാലവുണിക്കുന്നുകൾ, കാസർഗോഡ്. മഞ്ചേശ്വരം പുഴ ഉത്ഭവിക്കുന്ന സ്ഥലം ബാലവുണിക്കുന്നുകൾ, കാസർഗോഡ്. മഞ്ചേശ്വരം പുഴ പതിക്കുന്ന കായൽ ഏതാണെന്നറിയോ? അതൊരു കായലല്ല പതിക്കുന്ന, ഉപ്പളക്കായൽ. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ നദി മഞ്ചേശ്വരമാണ്. തെക്കേറ്റത്തെ നദി നെയ്യാർ.
അടുത്തത് മയ്യഴിപ്പുഴ അത് മാഹിപ്പുഴ എന്നറിയപ്പെടുന്നു. ആകെ നീളം 54 കിലോമീറ്ററാണ്. ഉത്ഭവിക്കുന്ന പശ്ചിമഘട്ടത്തിലെ വയനാട് കുന്നുകളിൽ നിന്നുമാണ്. മയ്യഴിപ്പുഴ പതിക്കുന്ന കടൽ അറബിക്കടലിലാണ്. കേരളത്തിലെ എന്തായിരുന്നു നമ്മൾ പഠിച്ചത്? കേരളത്തിൻ്റെ ഇംഗ്ലീഷ് ചാനൽ എന്നറിയപ്പെടുന്ന നദിയാണിത് മയ്യഴിപ്പുഴ. ഓക്കെ, മയ്യഴിയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്ന ഒരാളുണ്ട്. ആരാന്നറിയോ? എം മുകുന്ദനാണ് മയ്യഴിയുടെ അല്ലെങ്കിൽ മയ്യഴിപ്പുഴയുടെ കഥാകാരൻ എന്നറിയപ്പെടുന്നത് എം മുകുന്ദനാണ്. ഇനി അടുത്തതാണ് കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദി ഏതാണെന്നറിയോ? ചന്ദ്രഗിരി പുഴയാണ്. കാസർഗോഡ് ജില്ലയെ യു ആകൃതിയിൽ ചുറ്റിയൊഴുകുന്ന നദിയാണ് ചന്ദ്രഗിരി പുഴ. മൗര്യ സാമ്രാജ്യ സ്ഥാപകനായ ചന്ദ്രഗുപ്ത മൗര്യൻ്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ നദിയാണേത്? ചന്ദ്രഗിരി പുഴ. കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്ന ഏതാണെന്നറിയോ? കുറ്റ്യാടിപ്പുഴയാണ്. കുറ്റ്യാടിപ്പുഴ. കോട്ടയം പട്ടണത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണെന്നറിയോ? മീനച്ചിലാറാണ്. കോട്ടയം മീനച്ചിലാറ് കേട്ടോ. അരുന്ധതി റോയുടെ ദ ഗോഡ് ഓഫ് സ്മോൾ തിങ്സ് എന്ന പുസ്തകത്തിൽ പ്രതിപാദിക്കുന്ന നദിയാണേത്? മീനച്ചിലാറ്. പിന്നെ നമ്മൾ പറഞ്ഞു മൂന്നാർ. ആ മൂന്നാറിൽ സംഗമിക്കുന്ന നദികൾ ഏതൊക്കെയാണെന്നാണ് അടുത്ത ചോദ്യം. മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. അപ്പോൾ മൂന്നാറിൽ സംഗമിക്കുന്ന നദികളാണ് മുതിരപ്പുഴ, നല്ലതണ്ണി, കുണ്ടള. ധർമ്മട ദ്വീപം സ്ഥിതി ചെയ്യുന്ന ഏതെവിടെയാണെന്നറിയോ? ഏത് നദിയാണ്? അഞ്ചരക്കണ്ടി പുഴയിലാണ് ധർമ്മടം ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി അഞ്ചരക്കണ്ടി പുഴ. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണേത്? അറബിക്കടലിൽ പതിക്കുന്ന ചെറിയ റിവറാണ് രാമപുരം പുഴ. അറബിക്കടലിൽ പതിക്കുന്ന കേരളത്തിലെ ഏറ്റവും ചെറിയ നദിയാണേത്? രാമപുരം പുഴ. കല്ലായി പുഴ ഒഴുകുന്ന ജില്ല ഏതാണ്? കല്ലായി കടവത്തെ എന്നൊരു പാട്ടൊക്കെ ഇല്ലേ, അതേതാ? കോഴിക്കോട് ജില്ലയിലാണ്. ഓക്കെ. തുഷാരഗിരി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദി ഏതാണെന്നറിയോ? ചാലിപ്പുഴയാണ്. ചാലിപ്പുഴ. പരവൂർ കായലിൽ പതിക്കുന്ന നദി ഏതാണെന്നറിയോ? ഇത്തിക്കരപ്പുഴ. പരവൂർ ഇത്തിക്കര. ഓക്കെ. കിള്ളിയാറിൻ്റെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധ തീർത്ഥാടന കേന്ദ്രം ഏതാണെന്നറിയോ? ആറ്റുകാൽ ക്ഷേത്രമാണ്. കർണാടകയിൽ ഉത്ഭവിച്ച് കേരളത്തിലേക്ക് ഒഴുകുന്ന പ്രമുഖ നദിയാണേത്? വളപട്ടണം. അപ്പം ഇത്രയും കാര്യങ്ങൾ. ഇനി നമ്മൾ പറഞ്ഞു നമ്മുടെ എസ്.കെ. പൊറ്റക്കാടുണ്ടല്ലോ. അപ്പോൾ ഈ എസ്.കെ. പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്നൊരു കൃതിയുണ്ട്. അപ്പോൾ ആ കൃതിയിൽ ഒരു നദിയെ പറഞ്ഞിട്ടുണ്ട്, ഇരുവഴിഞ്ഞിപ്പുഴയാണ്. ഇത് പരീക്ഷയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എസ്.കെ. പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമം എന്ന കൃതിയിൽ പ്രതിപാദിച്ചിരിക്കുന്ന നദി ഇരുവഴിഞ്ഞിപ്പുഴയാണ്. എന്നാൽ ഒ.വി. വിജയൻ്റെ ഗുരുസാഗരം എന്ന കൃതിയിലാണെങ്കിൽ തൂതപ്പുഴയെക്കുറിച്ചിട്ടാണ് പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി നമ്മൾ പറഞ്ഞു കേരളത്തിലെ 41 റിവറുകൾ പടിഞ്ഞാറോട്ടൊഴുകുമ്പോൾ 3 നദികൾ കിഴക്കോട്ടൊഴുകുന്നു. കബനി, ഭവാനി, പാമ്പാറ്. അപ്പോൾ കബനി നദിയുടെ കേരളത്തിലെ നീളം 56.6 കിലോമീറ്റർ. ആകെ നീളം 240 കിലോമീറ്ററാണ്. കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദിയാണ് കേട്ടോ കബനി. കബനി അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് കപില. കബനി ഉത്ഭവിക്കുന്ന സ്ഥലമാണ് തൊണ്ടാർമുടി, വയനാട്. കപില എന്ന പേരിൽ അറിയപ്പെടുന്നു. ഉത്ഭവിക്കുന്നത് തൊണ്ടാർമുടി, വയനാട്. കബനി നദിയുടെ പതന സ്ഥാനം കാവേരി, കർണാടക. കബനി നദി തൊണ്ടാർമുടി, വയനാടിൽ നിന്ന് ഉത്ഭവിച്ചിട്ട് കാവേരി, കർണാടകയിൽ പോയി പതിക്കുന്നു. കബനി നദി കാവേരിയുമായി ചേരുന്ന സ്ഥലമാണ് തിരുമക്കുടൽ. ഓക്കെ. ബാണാസുര സാഗർ ഡാം സ്ഥിതി ചെയ്യുന്ന നദിയാണിത് കബനി നദി. കുറുവാദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി നദി. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയും കബനി നദിയാണ്. കബനി നദിയുടെ തീരത്ത് സ്ഥിതി ചെയ്യുന്ന ദേശീയോദ്യാനം ഏതാണെന്നറിയോ? നാഗർഹോൾ ദേശീയോദ്യാനം, കർണാടക. ഇനി ഭവാനിയിലേക്ക് പോവാം. അപ്പോൾ ഭവാനി നദിയുടെ ഉത്ഭവം നീലഗിരിയാണ് കേട്ടോ. കബനി നദിയോ? തൊണ്ടാർമുടി, വയനാട്. പതിക്കുന്നത് കാവേരി, കർണാടക. കബനി നദിയിൽ കേരളം നമ്മൾ പറഞ്ഞു. കബനി നദിയുടെ തീരത്തൊരു ദേശീയോദ്യാനമാണ് നാഗർഹോൾ ദേശീയോദ്യാനം. കേരളത്തിൽ നിന്ന് ഉത്ഭവിച്ച് കർണാടകത്തിലേക്ക് ഒഴുകുന്ന ഏക നദിയാണേത്? കബനി റിവർ എന്ന് പറഞ്ഞു. ഇനി ഭവാനി പറഞ്ഞു. ഭവാനിയുടെ ഭവാനി ഉത്ഭവിക്കുന്ന നീലഗിരിയിലാണ്. പോയി പതിക്കുന്നത് കാവേരി, തമിഴ്നാട്ടിലാണ് പതിക്കുന്നത്. പിന്നെ ഭവാനി ഒഴുകുന്ന ജില്ല പാലക്കാടാണ്. ഭവാനിയുടെ പ്രധാന പോഷക നദിയാണ് ശിരുവാണി. ഭവാനിയുടെ മറ്റൊരു പോഷക നദിയാണ് വരയാർ. അപ്പോൾ ശിരുവാണിയുണ്ട്, വരയാറുണ്ട് അല്ലേ. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന നദിയാണേത്? ശിരുവാണി. അട്ടപ്പാടിയിലൂടെ ഒഴുകുന്ന ഭവാനിയുടെ പോഷക നദിയാണേത്? ശിരുവാണി.
തമിഴ്നാട്ടിലെ കോയമ്പത്തൂരിലേക്ക് ജലമെത്തിക്കുന്ന കേരളത്തിലെ അണക്കെട്ടാണേത്? ശിരുവാണി അണക്കെട്ട്. മുക്കാലി തടയണ സ്ഥിതി ചെയ്യുന്ന നദി, മുക്കാലി തടയണ നദി ഏതാണ്? ഭവാനിയാണ്, ഭവാനി. ഇനി പാമ്പാർ ഉത്ഭവിക്കുന്ന സ്ഥലം ബെൻമൂർ, ദേവികുളം താലൂക്ക്, ഇടുക്കി ജില്ല. അപ്പം കബനി നദിയുടെ ഉത്ഭവം തൊണ്ടാർമുടി, വയനാട്. ഭവാനിയുടെ ഉത്ഭവം എവിടെയാണ്? നീലഗിരി. പാമ്പാർ ഉത്ഭവിക്കുന്നത് ബെൻമൂർ, ദേവികുളം താലൂക്ക്, ഇടുക്കി ജില്ലയാണ്. പാമ്പാർ പോയി പതിക്കുന്നത് കാവേരി തമിഴ്നാട്ടിലാണ്. ഭവാനിയും പതിക്കുന്നത് കാവേരി തമിഴ്നാടാണ്. എന്നാൽ കാവേരി കർണാടക ഭാഗത്താണ് നമ്മുടെ കബനി പോയി പഠിക്കുന്നത് കേട്ടോ. മറ്റേയൊക്കെ എവിടെയാണ്? നമ്മുടെ കാവേരി തമിഴ്നാട് ഭാഗത്താണ് ഈ ഭവാനിയും പാമ്പാറും ഒക്കെ പോയി പതിക്കുന്നത് കേട്ടോ. ചിന്നാർ വന്യജീവി സങ്കേതത്തിലൂടെ ഒഴുകുന്ന നദി ഏതാ? ചിന്നാർ, പാമ്പാർ, ചിന്നാർ, പാമ്പാർ. കേരളത്തിലെ കിഴക്കോട്ടൊഴുകുന്ന വലിയ നദിയാണ് കബനി. കിഴക്കോട്ടൊഴുകുന്നതിലെ ഏറ്റവും ചെറിയ നദിയാണ് പാമ്പാർ. ഓക്കെ, കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന ഏറ്റവും ചെറിയ നദി പാമ്പാറാണ്. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പാമ്പാർ. തൂവാനം വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന നദിയാണ് പാമ്പാർ. പാമ്പാറിൻ്റെ മറ്റൊരു പേരാണ് ഇത് തലയാർ. പാമ്പാർ, തലയാർ. ഓക്കെ, പാമ്പാറിൻ്റെ പ്രധാന പോഷക നദികളാണ് നമ്മുടെ ഇരവികുളം, തീർത്ഥമല, ചെങ്കലയാറ്, തേനാറ്, അങ്ങനെയൊക്കെ ഉള്ളത്. പാമ്പാറും തേനാറും തമിഴ്നാട്ടിൽ വെച്ച് സംഗമിച്ചുണ്ടാകുന്ന കാവേരിയുടെ പോഷക നദിയാണ് അമരാവതി. അപ്പോൾ പാമ്പാറും തേനാറും കൂടെ നമ്മുടെ തമിഴ്നാട്ടിൽ വെച്ചിട്ട് സംഗമിച്ചിട്ട് അവിടെ കാവേരി നദിയുടെ ഒരു പ്രധാന പോഷക നദി ഉണ്ടാകുന്നത് ഏതാ? അമരാവതി കേട്ടോ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ നദികളുമായിട്ട് ബന്ധപ്പെട്ട സെക്ഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. നദികളുടെ ബേസിക് കാര്യങ്ങൾ ആദ്യം പറഞ്ഞു, പിന്നെ പെരിയാറിനെ കുറിച്ച് പറഞ്ഞു, ഭാരതപ്പുഴ, പമ്പ, ചാലിയാറ്, ചാലക്കുടിപ്പുഴ, പിന്നെ മഞ്ചേശ്വരം റിവർ, പിന്നെ മയ്യഴിപ്പുഴ, നെയ്യാറ്, പിന്നെ ചന്ദ്രഗിരി പുഴ, അങ്ങനെ കുറേ റിവേഴ്സിൻ്റെ ബേസിക് കാര്യങ്ങൾ കബനി, ഭവാനി, പാമ്പാറിനെ കുറിച്ച് പറഞ്ഞു. നദികളുടെ ഈ ഒരു സെക്ഷൻ പൂർണ്ണമായിട്ട് ഇവിടെ കംപ്ലീറ്റ് ആവുകയാണ്. നല്ല രീതിയിൽ പഠിക്കുക, അറിയത്തില്ലാത്ത നോട്ട് ചെയ്യുക, അല്ലെങ്കിൽ വീഡിയോ പല പ്രാവശ്യം ആവർത്തിച്ച് കേട്ടാലും എല്ലാ പോയിൻറ്റും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയിൽ അപ്പോൾ കാണുന്നവരെ അപ്പോൾ എല്ലാവർക്കും ബൈ.